രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെട്ട ലൈംഗിക അപവാദം കോൺഗ്രസിന്റെ ഭാവിയെയാണ് ചോദ്യം ചെയ്യുന്നത്. അനിശ്ചിതത്വങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തിയെങ്കിലും അവിടെ കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. വിവാദം സസ്പെൻഷൻ നടപടികൾ അവസാനിക്കാതെ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും മാറ്റിമറിക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോപണം ഉയർന്ന പാടെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ വി ഡി സതീശിനെതിരെ ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അനുയായികളും ഉറ്റവരും വേണ്ടപ്പെട്ടവരും ഒക്കെ പടവാളുമായി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വി ഡി സതീശിനെതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയെ സോഷ്യൽ മീഡിയയെ ഫലപ്രദമായി ഉപയോഗിച്ച് വളർന്ന സതീശന്റെ യൂത്തന്മാർ അതേ സോഷ്യൽ മീഡിയ വഴി തന്നെ സതീശിന്റെ ചിറകരിയാൻ കൊലവിളി നടത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാനാകുന്നത്. കഴിഞ്ഞ ഒരു മാസമായി വി ഡി സതീശിനെതിരായ ഇത്തരം സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ഇവരിൽ പലരുടെയും പോസ്റ്റുകൾ രാഹുലിനെ അനുകൂലിച്ച് സതീശിനെ എതിർത്ത് തന്നെയാണ്. വി ഡി സതീശിനെതിരെ നീക്കങ്ങളിൽ ഗുണം കാണുന്നത് കോൺഗ്രസിലെ ഒന്നിലധികം മുതിർന്ന നേതാക്കളാണ്. പക്ഷേ അതിൽ അടൂർ പ്രകാശ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ. അടൂർ പ്രകാശ് വെറുമൊരു എം പി അല്ല, യു ഡി എഫിന്റെ കൺവീനർ ആണെന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ വസ്തുത ഇരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെട്ട അപവാദമടക്കം ഉയർന്ന വിഷയങ്ങൾ ഉപയോഗിച്ച് തന്റെ യു ഡി എഫ് കൺവീനർ അടക്കമുള്ള സ്ഥാനം അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് ചെയ്യുന്നത്. വെറും എം പി മാത്രമായിരുന്ന അടൂർ പ്രകാശ് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ആയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ ഈ സാഹചര്യം പരമാവധി വിനിയോഗിക്കുകയാണ് അടൂർ പ്രകാശ്. യു ഡി എഫിന്റെ കൺവീനർ റോൾ എന്താണ്? യു ഡി എഫിലെ കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും അവരുടെ പരാതികൾ കേൾക്കുക, ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, അവരെല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കൺവീനർ വേണമെന്നില്ല. പക്ഷേ കോൺഗ്രസിന് വേണ്ടി യു ഡി എഫ് മുന്നണിക്കുള്ളിൽ സംസാരിക്കാൻ കൺവീനർ വേണം. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വി ഡി സതീശിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തപ്പോൾ പരസ്യമായി രംഗത്ത് വന്ന അടൂർ പ്രകാശ് കോൺഗ്രസിലെ മറ്റൊരു ശക്തി കേന്ദ്രമാണ്. വി ഡി സതീശിന്റെ ഒപ്പവും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും ഒക്കെ താനെന്ന് കൂടി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. അതുമാത്രമല്ല, കോൺഗ്രസുമായി ഏറെക്കാലമായി ഇടഞ്ഞു നിൽക്കുന്ന SNDPയും വെള്ളാപ്പള്ളിയുമായി അടൂർ പ്രകാശിന് ഇപ്പോഴും നല്ലൊരു ബന്ധമുണ്ട്. അതും അടൂർ പ്രകാശ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കും. രാഹുൽ വിവാദം ഉയർന്നതോടെയാണ് അടൂർ പ്രകാശ് തന്റെ നീക്കം ശക്തിപ്പെടുത്തിയത്. വി ഡി സതീശൻ രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ജനം കൈയടിച്ചെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം എതിരായി മാറി. ഇതേ വി ഡി സതീശൻ ഷാഫി മാങ്കൂട്ടം ടീമിന്റെ ബദ്ധശത്രുവായി മാറി. ഈ അവസരം മുതലെടുത്താണ് ഷാഫി മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ നിൽക്കുന്ന യുവജനങ്ങളുടെ ഒരു നിര അടൂർ പ്രകാശിനെ മുന്നിൽ നിർത്തി എതിർ ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് പ്രകാശ് രംഗത്ത് വന്നതും ആരോപണങ്ങൾക്ക് തെളിവ് നൽകാൻ പരാതിക്കാരിലെന്ന് വ്യക്തമായതോടെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും പാർട്ടി കൈവിട്ട് നിന്നാൽ എന്താ സംഭവിക്കുക? ഇടത് സർക്കാർ എടുത്തിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി പാർട്ടി ഒരുക്കി കൊടുക്കേണ്ടി വരും. അതിനെന്തായാലും അത്തരമൊരു നാണക്കേടിന് കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല എന്ന് മുന്നിൽ കണ്ടാണ് അടൂർ പ്രകാശ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലെ സാമുദായിക സമവാക്യങ്ങളും അടൂർ പ്രകാശിന്റെ നീക്കങ്ങൾക്ക് നല്ല വളം നൽകുന്നുണ്ട്. കെ കരുണാകരന്റെ കാലശേഷം കോൺഗ്രസിൽ ഈഴവ സമൂഹം ഏറെ അവഗണിക്കപ്പെട്ടു. മറ്റൊരു നേതാവും ഈഴവ സമുദായത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, ട്രീറ്റ് ചെയ്തില്ല എന്നൊരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. MLA-മാരുടെ എണ്ണത്തിലും ഈ ഒരു അവഗണന നിലനിൽക്കുന്നതായാണ് ഏറെക്കാലമുള്ള പരാതി. സതീശനുമായി എന്തായാലും വെള്ളാപ്പള്ളിയും SNDPയും ഒക്കെ ഒരു അകലം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ അടൂർ പ്രകാശുമായി ഈ രണ്ട് വിഭാഗങ്ങളും നല്ല ബന്ധമാണ്. ഇത് ഗുണകരമാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്റെ അവകാശവാദങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നീക്കാനുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ അടൂർ പ്രകാശ് നടത്തുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ 1/2 ഡസനോളം MPമാർ നിയമസഭയിലേക്ക് എത്താൻ കാത്തു നിൽക്കുകയാണ്. അതിൽ അടൂർ പ്രകാശും പെടും. എന്തായാലും 2 തവണയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ അടൂർ പ്രകാശ് ഒപ്പം നിർത്തിയത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ ഈ ഒരു വിവാദത്തിൽ പാർട്ടിക്കുള്ള വിള്ളലുകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും ആ വിള്ളലുകൾ തന്റെ കയ്യിലുള്ള മരുന്ന് ഉപയോഗിച്ച് ഉണക്കി മാറ്റാനുമാകും അടൂർ പ്രകാശ് ശ്രമിക്കുക. എന്തായാലും യു ഡി എഫ് കൺവീനറാണ്. എടുക്കുന്ന ഓരോ നീക്കത്തിനും അതിൻ്റെതായ വിലയുണ്ട്.
വെറും ഒരു MP ആറ്റിങ്ങൽ MP എടുക്കുന്ന തീരുമാനങ്ങളാകില്ല അടൂർ പ്രകാശ് എന്ന UDF കൺവീനർ എടുക്കുമ്പോൾ. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ എല്ലാ കളികളും അടൂർ പ്രകാശ് ഇച്ചിരി മാറി നിന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. സജീവമായി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ A ഗ്രൂപ്പിന്റെ മികച്ചൊരു വക്താവ് കൂടിയായി മാറിയിരിക്കുന്നു അടൂർ പ്രകാശ്. എല്ലാത്തിനുമുപരി ഇടത് ഹാൻഡിലടക്കം ചില ഘടകങ്ങളെയൊക്കെ കൈകാര്യം ചെയ്ത് നിർത്താനുള്ള കഴിവും അടൂർ പ്രകാശിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ അടൂരിലെ വ്യവസായ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു ആർജവമാണ്. അതുകൊണ്ട് തന്നെയാണ് അടൂർ പ്രകാശ് അതെടുത്ത് കഴിഞ്ഞ 2 ടൈമുകളിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പ്രയോഗിച്ചതും അതിൽ വിജയിച്ചതും. അടുത്ത ദൗത്യം UDF കൺവീനർ. ആരും കരുതിയില്ല അടൂർ പ്രകാശ് MMSന് പകരമായി UDF കൺവീനറായി വരുമെന്ന്. കൺവീനറായി. ഇനി അടൂർ പ്രകാശ് ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടുതൽ അകറ്റി നിർത്തിക്കുക. എന്നിട്ട് UDF കൺവീനർക്ക് കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ഒരു വിലയും നിലയും ഒക്കെ തിരികെ കൊണ്ടുവരിക. താൻ പറയുന്നതിനും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്റെ വാക്കിനും വിലയുണ്ടെന്ന് വരുത്തി തീർക്കുക. ഇതൊക്കെ തന്നെയാണ്. അതിന് ഒരു വേദി ഒരുക്കിയത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് മാത്രം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ VD സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച